ബഹുമാനപ്പെട്ട വേദിയിൽ അധിഷ്ഠരായ മഹാന്മാരെ, സ്റ്റേജിൽ അധിഷ്ഠരായ മഹാന്മാരെ, സദസ്സിൽ ഇരിക്കുന്ന നാട്ടുകാരെ, മുത്താലിമീങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഒരു യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഇപ്പോഴത്തെ യാത്ര എല്ലാവർക്കും അറിയാലോ, പണി തന്നെ പണി. യാത്ര വലിയ ബുദ്ധിമുട്ടാണ്. അതോടുകൂടെ തന്നെ എനിക്ക് കാലിൻ്റെ രണ്ട് മുട്ടും തമ്മിൽ കുഴപ്പമാണ്. കാല് നീരിനും ഉള്ളംകാലിനും അതിനും നീര്, പല അസുഖങ്ങളും ഉണ്ട്. എങ്കിലും ഇവരവിടെ വന്ന് വിളിച്ചപ്പോൾ, അവർ നിർബന്ധിച്ചപ്പോൾ, സുഖമില്ലാന്നൊക്കെ പറഞ്ഞെങ്കിലും അവർ സമ്മതിച്ചില്ല. പിന്നെയാണ് ഞാൻ അവിടെ നിന്ന് സമ്മതിച്ചു. അതിൻ്റെ സമയമായി. ഇപ്പോൾ അവർ വന്നു. വളരെ വിഷമിച്ചാണ് ഇവിടെ വരുമ്പോൾ എത്തിയത്. ഇവിടെ ഇവർ പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. ദർസ് നടക്കുന്നുണ്ട്. അതുപോലെ ഹിഫ്ള് നടക്കുന്നുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും നല്ല ദീനിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. അത് നിലനിൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഇൽമ് ഇസ്ലാമിൻ്റെ ജീവനാണ്. ജീവനില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. ഇസ്ലാം ഇവിടെ നിലനിൽക്കുമോ? നിലനിൽക്കണമെങ്കിൽ ഈ ഇൽമ് ഉണ്ടാകണം. ഇൽമ് പഠിക്കണം, പഠിപ്പിക്കണം, ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാകണം. വലിയ സ്ഥാനമാണ് ഇൽമിന് ഹയാത്ത്. മുഹിയുദ്ദീൻ എന്ന് ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറ്റി പറയുന്നത് മുഹിയുദ്ദീൻ എന്നല്ലേ പറയുന്നത്. ദീനിനെ ഹയാത്താക്കിയ ആളെന്ന്. ദീനിനെ ഹയാത്താക്കിയ എന്താ? ഇൽമുള്ള ആളായതുകൊണ്ട്. വലിയ ഇൽമാണ് അദ്ദേഹത്തിൻ്റെ ഇൽമ്. വലിയ മുജ്തഹിദാണ്, മഹാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഹിയുദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയ ആള്, ജീവിപ്പിച്ച ആള്. അങ്ങനത്തെ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിലേക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ സഹാബാക്കളെ ശ്രദ്ധിക്കാനാണ്. അവരുടെ പ്രവർത്തനം എങ്ങനെ ഉണ്ട് എന്നൊക്കെ അറിയണം. ഇടയ്ക്ക് സമയത്ത് കയറി വന്നപ്പോൾ പള്ളിയിൽ ധാരാളം സഹാബാക്കൾ പള്ളിയിലുണ്ട്. അവരെല്ലാം ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലവർ ഔറാദിൽ മുഴങ്ങിയിരിക്കുന്നു, ദിക്റുകളിൽ മുഴങ്ങിയിരിക്കുന്നു, ചിലവർ സ്വലാത്തിൽ മുഴങ്ങി, ചിലർ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പലരും. ഒരാൾ അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മണിക്കൂറുകൾക്കകം ഈ ലോകത്തോട് നിങ്ങൾ യാത്ര പറയും എന്ന് രഹസ്യമായി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഏതായാലും ഞാൻ മരിക്കുമല്ലോ, ഞാൻ എന്ത് ഇനി ചെയ്യണം? ഇനിയുള്ള സമയം സെക്കൻഡുകളോ മണിക്കൂറുകളോ ഉണ്ടാകാം, മിനിറ്റുകളോ ഉണ്ടാകാം. ഇതിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അങ്ങനോട് പറഞ്ഞു, മണിക്കൂറുകൾക്കകം നിങ്ങൾ ഇവിടെ നിന്ന് പിരിയും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ
ഈ നബി സല്ലല്ലാഹു അങ്ങല്ലേ ഈ പറഞ്ഞത് ആയതുകൊണ്ട് അത് ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇത്രയും സമയം നഷ്ടപ്പെടുത്താതെ ഏറ്റവും കൂലി കിട്ടുന്ന കാര്യം ഏതാണെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇൽമു കൊണ്ട് ജോലിയാകും. അപ്പോൾ ഇൽമു കൊണ്ട് ജോലിയാകാന്ന് വെച്ചാൽ ഇൽമു പഠിക്കാൻ സാധിക്കുമെങ്കിൽ 1 മണിക്കൂർ സമയം ആകട്ടെ, കിട്ടുന്ന സമയം ഇൽമു പഠിക്കാൻ കഴിയുമെങ്കിൽ പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഇൽമു പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കുക, ഉണ്ടാക്കുക എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ വേറെ ഒരു കാര്യവും പറഞ്ഞില്ല. ഹജ്ജ് ചെയ്യണമെന്നോ ഉംറ ചെയ്യണമെന്നോ നിസ്കരിക്കണോ ഇതൊന്നുമല്ല ഈ സമയത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് ഇൽമു പഠിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട തഫ്സീർ റാസി പറയാണ്, ഇൽമിനേക്കാൾ വലിയ പ്രതിഫലമുള്ള പ്രാധാന്യമുള്ള വേറെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അവസരത്തിൽ അതാണ് പറയുമായിരുന്നു. അത് പറഞ്ഞില്ലല്ലോ, മറ്റൊന്നും പറഞ്ഞില്ലല്ലോ, ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അദ്ദേഹം റാസി എന്ന് പറയുന്നത് വലിയ തഫ്സീറിൻ്റെ വലിയ കിതാബാണ്. ആ തഫ്സീർ റാസിയുടെ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മുസന്നിഫ് അതിൽ ഈ ഹദീസ് എടുത്ത് വെച്ചിട്ട് ഒരു അടിക്കുറിപ്പ് എഴുതിയിട്ട് പറയാണ്, ഇൽമിനേക്കാൾ സ്ഥാനമുള്ള വല്ലതും ഉണ്ടായിരുന്നു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുമായിരുന്നു. അത് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? എല്ലാ ഇൽമുകളും എല്ലാത്തിനേക്കാളും മഹത്വം ഇൽമാണ്. ഇൽമിൻ്റെ അത്രയും പ്രതിഫലമുള്ള അതേ ഇൽമു പഠിക്കുന്നതും പെട്ട് പഠിപ്പിക്കലും പെട്ട് അത് പ്രകാരം അതിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കലും, അതിനുവേണ്ടി ദർസിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കലും, ഇൽമിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കലും ഇതെല്ലാം അതിൽ പെട്ടതാണ്. ഉണ്ടാവുകയാണെങ്കിൽ ഇത് മാത്രമാണ്, ഇൽമാണ് ഒന്ന്. അതിൻ്റെ ശേഷമുള്ളൂ മറ്റുള്ള അമലുകൾക്കെല്ലാം സ്ഥാനം. അതിനും സ്ഥാനമുണ്ട്, പക്ഷെ ഏറ്റവും കൂടിയ സ്ഥാനം ഇതാണ്, അത് ഇൽമു പഠിക്കുക. അതാണ് നബി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ കിതാബിൽ പറയല്ലേ, ഇമാം നഹവി ആ ഫിഖ്ഹിൻ്റെ അതിൻ്റെ മത്തിനിൽ പറയുകയാണ്, നിങ്ങൾക്ക് അമ്മാബാദ് ബിസ്മി ഹംദും സലാത്തും സലാമും ചൊല്ലിയതിൻ്റെ ശേഷം ഞാൻ പറയുകയാണ്. അദ്ദേഹം മോളിലത്തെ കുറിപ്പാണ്. അമ്മാബാദ് ബിസ്മിയും ഹംദും സലാത്തും സലാമും എല്ലാം ഞാൻ ചൊല്ലി. ഈ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് താഴെ പറയുന്ന കാര്യമാണ്. അതാണ് ഏറ്റവും സ്ഥാനമുള്ളത്. അമ്മാബാദ് ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി, ഇൽമ കൊണ്ട് ജോലിയാകൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇത് പഠിക്കണം എന്നോ അല്ലെ പഠിപ്പിക്കണം എന്നോ അതുകൊണ്ട് ജോലിയാകാം. അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അതിനുവേണ്ടി പണം ധർമ്മം പണം കൊണ്ട് സഹായിക്കുക. അതാണ് ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളലി ത്വാഅത്തുകളിൽ വെച്ച് ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതിൽപ്പെട്ടതാണെന്ന് കുത്തുബുൽ അക്താബാണ് ബഹുമാനപ്പെട്ട നബി റഹ്മത്തുള്ളാഹി അലൈഹി. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിൽ പറയാണ്, തുഹഫയിൽ പറയാണ്, അദ്ദേഹം കുത്തുബുൽ അക്താബാണ്. ആരാ? ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖ് അല്ല, ബഹുമാനപ്പെട്ട അദ്ദേഹം നബി ഇമാമ് റാഫിമ, ആ നബി റഹ്മത്തുള്ളാഹി അലൈഹി കുത്തുബാണ് എന്ന് ആര് പറയണ? ഇബ്നു ഹജർ തങ്ങൾ തുഹഫയുടെ മുസന്നിഫാണ്. വലിയ കിതാബ്, എത്രയോ ആയിരക്കണക്കിന് കിതാബ് രചിച്ച മഹാനാണ്. അദ്ദേഹമാണ് പറയുന്നത്, ബഹുമാനപ്പെട്ട അദ്ദേഹം കുത്തുബാണ്. ആരാ കുത്തുബെന്ന് പറയുന്നത്? ബഹുമാനപ്പെട്ട നബി ഇമാം റഹ്മത്തുള്ളാഹി. അദ്ദേഹമാണ് പറയുന്നത്, അമ്മാ ബഅദ് ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി, ഇൽമിനെ കൊണ്ട് ജോലിയാകൽ എങ്ങനെയുമാകട്ടെ, ഇൽമ കൊണ്ട് ജോലിയാകൽ
മിൻ അഫ്ളലി ത്വാഅത്ത്, ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ദർസ് വളരെ അത്യന്താപേക്ഷിതമാണ്. ദർസ് എന്ന് പറയുന്നത്, അപ്പോൾ ദർസ് ഇന്ന് നാട്ടിൽ ഉണ്ടാകണം. ദർസ് ഇല്ലെങ്കിൽ ഈ ഇൽമ്, ഈ ദീൻ ഇവിടെ ഇല്ലാതെയായി പോവും, യാതൊരു സംശയവുമില്ല. എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമായ കാര്യമാണ് ഇൽമ്. അതുകൊണ്ട് ആളുകൾക്കെല്ലാം ദർസ് വേണം. മുമ്പെല്ലാം എല്ലാ പള്ളികളിലും പള്ളി ദർസ് ഉണ്ടായിരുന്നു. ഇന്ന് പള്ളി ദർസ് വളരെ എന്ത് ചോദിക്കുന്നത്, എന്തിനാണ് പള്ളി ദർസ്? വല്ലവരും ദൂരേന്ന് വിദേശികൾ വരുന്നു, അവർക്ക് ഭക്ഷണം കഴിച്ച് അവർ പഠിച്ച് പോകലല്ലേ എന്നല്ലാതെ നമ്മുടെ നാട്ടുകാർക്ക് അതുകൊണ്ട് വല്ലതും കിട്ടുന്നുണ്ടോ? അതുകൊണ്ട് എന്തിനാണ് ദർസ്? നമുക്ക് മദ്രസ പോരെ. നമ്മൾ മദ്രസയെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കൊച്ചുങ്ങൾക്കൊക്കെ ദീനിയ കാര്യങ്ങളെല്ലാം അതിൽ പഠിപ്പിക്കപ്പെടുമല്ലോ. പിന്നെ എന്തിനാണ് ദർസ്? സുഹൃത്തുക്കളെ, ദർസ് ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ല. ഈ ദർസ് അവർ പറയുന്നത്, നിങ്ങൾക്ക് നാട്ടിൽ മദ്രസകളുണ്ടല്ലോ, മദ്രസകളിൽ എത്ര മുഅല്ലിമ വേണം? 10 മുഅല്ലിമകൾ, അതിലേക്ക് 15 മുഅല്ലിമീങ്ങൾ വേണ്ടേ? അത് തന്നെ ഒരു മഹലിൽ തന്നെ എത്ര മദ്രസകളുണ്ട്. ഈ മദ്രസകളിലേക്കെല്ലാം മുഅല്ലിമീങ്ങൾ പഠിപ്പിക്കുന്നവർ വേണ്ടേ? ഇവരെവിടുന്നാണ് ഉണ്ടായത്? ഇത് ഈ ദർസിൽ നിന്നാണ് ഉണ്ടായത്. ഈ ദർസില്ലെങ്കിൽ ഈ മുഅല്ലിമീങ്ങൾ ഉണ്ടാവുമോ? നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ ആരുണ്ടാവും? നിങ്ങളുടെ മക്കൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ദീനിയ വിദ്യാഭ്യാസം നൽകാൻ ആരുണ്ടാവും? അപ്പോൾ അതെല്ലാം എവിടെ നിന്നാണ് പഠിച്ചത്? ഈ ദർസിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ദർസ് അത്യന്താപേക്ഷിതമാണ്. അവിടുത്തെ മുഅല്ലിമീങ്ങൾ, അവിടുത്തെ സദർ, അത് എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ഈ ദർസിൽ നിന്ന് പഠിച്ചാണ് ഈ സദർ ഉണ്ടായത്, ഈ മുഅല്ലിമീങ്ങൾ ഉണ്ടായത്. ഇവിടുത്തെ നിങ്ങൾക്ക് ഒരു ഖതീബ് വേണ്ടേ? ഈ ഖതീബ്, നമുക്കൊരു ഖതീബ് മതി എന്നല്ലേ അവർ പറയുന്നത്. ഈ ഖതീബ് എവിടെ നിന്നുണ്ടായി? ആ ഖതീബും ഈ ദർസിൽ പഠിച്ചത് കൊണ്ടാണ് ഈ ഖതീബും ഇവിടെ ഉണ്ടായത്. അതുപ്രകാരം തന്നെ മുഅദ്ദിനുണ്ടായത്, ഈ മുഅല്ലിമീങ്ങൾ ഉണ്ടായത്. നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ, ആവശ്യങ്ങളുള്ള എല്ലാ ആളുകളും ഉണ്ടായത് ഏതിൽ നിന്നാണ്? ഈ ദർസിൽ നിന്നാണ്. അപ്പോൾ ദർസ് വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്ന് നാം മനസ്സിലാക്കണം. ദർസ് ഇല്ലെങ്കിൽ ഈ നാട് അടഞ്ഞു പോയേനെ, അസ്തമിച്ച ഒരു ഇൽമില്ലാതെ ഈ ഇസ്ലാം ഇവിടെ നിന്ന് മാഞ്ഞു പോയേനെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു മുഫ്തി വേണം. മുഫ്തി വേണമെങ്കിൽ എവിടെ നിന്നാണ് മുഫ്തി ഉണ്ടായത്? മുഫ്തി എന്ന് പറഞ്ഞാൽ ഫത്വ കൊടുക്കുന്ന ആള്. ഒരു മസാല വരുമ്പോൾ ഫത്വ കൊടുക്കും. അവരും ഈ ദർസിൽ പഠിച്ചവരാണ്. ഒരു വാദന്മാർ ഇന്ന് ഇഷ്ടം പോലെ വാദന്മാരുണ്ട്. മന്നാനീസുകൾ ഇഷ്ടം പോലെ വാദന്മാർ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. എവിടുന്ന് ഇറങ്ങി? അതെല്ലാം ഈ ദർസിൽ പഠിച്ചിട്ടാണ്. അപ്പോൾ ദർസ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും, വാദ് പറയാനും അവരും മിടുക്കന്മാരാണ്, ദർസ് ചെയ്യാനും അവരും മിടുക്കന്മാരാണ്, കുത്തുപോകാനും പ്രസംഗിക്കാനും എല്ലാം അവരും മിടുക്കന്മാരാണ്. ഇതെല്ലാം ഈ ദർസുകളിൽ കൂടിയാണ്. അപ്പോൾ ദർസ് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ദർസ് നടക്കുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഹിഫ്ള് നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ പല നല്ല കാര്യങ്ങൾ അതുപോലെ ഹിഫ്ള് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും ഖുർആൻ മനഃപ്പാഠമാക്കാം. ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിൻ്റെ കൂലി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, മാ അജ്റുമൻ അല്ലമ വലദഹു, മാ അജ്റുമൻ, ഒരാളുടെ പ്രതിഫലം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ മുർസലായ നബി ഒന്ന് പറഞ്ഞു തരാവോ? ആളുടെ മകനിക്ക് അല്ലമ വലദഹു, അയാളുടെ വലതിന് ഖുർആൻ പഠിപ്പിച്ചു, അയാളുടെ കൂലി എന്താണ്? വലത് എന്നാണ് പറഞ്ഞത്. അറബിയാണ് വലത്. അറബി എന്ന് പറഞ്ഞാൽ അത് ആണും പെട്ട് പെണ്ണും പെട്ട്, ആണായാലും തിരക്കേടില്ല, പെണ്ണായാലും തിരക്കേടില്ല. ഒരു ഖുർആൻ പഠിപ്പിച്ച ആളുടെ കൂലി എന്താണെന്ന് ഒരു സ്വഹാബി നബിയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് വ്യക്തമായ ഇത് വന്നിട്ടില്ല. എന്നാലും അത് ഖുർആൻ എന്ന് പറയുന്നത് ലാ ഹദ്ദ ലഹു, അത് ലാ വായത്ത ലഹു, അതിന് വായത്തില്ല, അറ്റമില്ല. പരിശുദ്ധ ഖുർആനിന് ഒരറ്റമില്ല എന്നാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അപ്പുറം ഒന്നില്ല, അതിന് വായത്തില്ല, അതിനൊരു പരിധിയില്ല. ഒരറ്റം പറഞ്ഞു തരാൻ സാധിക്കും. വ്യക്തമായ വകുപ്പ് വന്നിട്ടില്ല. ഉടനെ ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു,
അല്ലയോ ജിബ്രീലേ, നീ കേട്ടിട്ടുണ്ടോ, നീ പോയിട്ടുണ്ടോ, നീ ആകാശത്തിൻ്റെ എല്ലാ ഭാഗത്തും നീ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കല്ലേ, പോകുന്ന അരശി കണ്ടിട്ടുണ്ട്, കുറുസ് കണ്ടിട്ടുണ്ട്, ഇതുപോലെ പല സ്ഥലങ്ങളും നീ സന്ദർശിച്ചിട്ടുണ്ട്. നിനക്കറിയാമോ എന്ത് മാജുറുമൻ, ഒരാളുടെ കൂലി എന്താണ്, പ്രതിഫലം എന്താണ്? അല്ല വലതഹു, അയാളുടെ വലതിനെ അയാൾക്ക് പഠിപ്പിച്ചു. എന്തിനെ പഠിച്ചു? അൽ ഖുർആൻ, ആ ഖുർആൻ പഠിപ്പിച്ചു. അയാളുടെ കൂലി എന്താ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൈമലത്തി ഖുർആൻ. അതെന്താണ്? അത് കലാമുള്ള. അദ്ദേഹം പറയുന്നത് ഖുർആൻ എന്ന് പറയുന്നത് കലാമുള്ള, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. ലാ വായത്തലഹു, അത് ഇത്ര എന്ന് പറയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാൻ നോക്കിയ സ്ഥലങ്ങളിലൊന്നും അത് കണ്ടില്ല എന്ന് പറഞ്ഞ് കൈമടക്കി അദ്ദേഹം ഉടനെ തന്നെ ഇലാ ഹദറത്തി ജല്ല ജലാലി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹദറത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്ന വഴിയിൽ കാണാം ഇസ്രാഫീൽ അവിടെ നിൽക്കുന്നു. 4 മലക്കാണ്, പ്രധാന മലക്കുകളാണ്. എല്ലാ ഉദ്യോഗങ്ങളും അവർക്ക് നിർത്തപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ അദ്ദേഹം ആരെ കണ്ടു? ഇസ്രാഫീലായി. ഇസ്രാഫീലിനോട് ചോദിച്ചു ജിബ്രീൽ, നീ വല്ലതും കണ്ടിട്ടുണ്ടോ? നീ ആകാശത്ത് പല സ്ഥലത്തും നീ പോയല്ലോ, വല്ലതും നീ കേട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതിന് മറുപടി അറിയായിട്ട് പറയാൻ പറ്റുമെന്ന് അദ്ദേഹം പറയും, കൈമലർത്തുകയാണ്. അതിന് ഖുർആൻ കലാമ്. അദ്ദേഹം ഇത് പറയുന്നത് ഖുർആൻ കലാമുള്ള അള്ളാഹുടെ കലാമാണ്. ലാ വായത്തലഹു, അതിനൊരു പരിധിയില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ സാധ്യമല്ലെന്ന് പറഞ്ഞ് നേരിട്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം വഹീൻ്റെ മലക്കാണ്. ജിബ്രീലാണ് ഈ വഹി എല്ലാ നബിമാർക്കും വഹി എത്തിച്ചു കൊടുക്കുന്നത്. സന്ദേശങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന ആളാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നേരെ അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്ക് പോയി ഈ സംഭവം ചോദിച്ചു. മാ അജ്റു മൻ അല്ലമ വലദഹു ഖുർആൻ മക്കൾക്ക് പഠിപ്പിച്ചു. ആരാകണം? അത് ആണാകട്ടെ പെണ്ണാകട്ടെ, രണ്ടുപേരും പെട്ടെന്നാണ്. കാരണം വലതെന്ന് പറഞ്ഞാൽ ഈ ആണെന്ന് പറയണേ, ഇബിനെന്ന് പറഞ്ഞാൽ ആണ് മാത്രമേ പെടുള്ളൂ, ബിന്ദു എന്ന് പറഞ്ഞാൽ പെണ്ണ് മാത്രമേ. വലതെന്ന് പറഞ്ഞാൽ ആണും പെട്ട് പെണ്ണും പെട്ട്, രണ്ടും പെട്ട്. ഏതുമാകട്ടെ, വലതിന് ഖുർആൻ പഠിപ്പിച്ചവൻ്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് സന്ദേശമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അതിന് മറുപടിയായി കറക്റ്റ് മറുപടിയുമായിട്ട് ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ മുർസലായ നബിയെ, അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സന്ദേശവും വാങ്ങിക്കൊണ്ട് വരികയാണ് ഖുർആൻ പഠിപ്പിച്ചവരുടെ, ഖുർആൻ മക്കളെ ആണാകട്ടെ പെണ്ണാകട്ടെ വലതിന് ഖുർആൻ പഠിച്ചവരുടെ ആ അജ്ർ എന്തോ എന്നാണെന്ന്, അതിൻ്റെ പ്രതിഫലമാണ് ഈ പറയുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചുകൊണ്ട് പറയുകയാണ്. യാ റസൂലല്ലാഹ് എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ, യാ മുഹമ്മദ് എന്നല്ല പറയുന്നത്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ എന്നർത്ഥമുള്ള യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ആരെങ്കിലും മൻ അല്ലമ വലദഹു, അവൻ്റെ വലതിന്, അത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ് ഈ വായിക്കുന്നത്. യാ റസൂലല്ലാഹ്, മൻ അല്ലമ വലദഹു, ആരെങ്കിലും അവൻ്റെ വലതിനെ പഠിപ്പിച്ചാൽ അൽ ഖുർആൻ, ഖുർആനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഫകഅന്നഹു ഹജ്ജ, അവൻ ഹജ്ജ് ചെയ്തതുപോലെയായി. അശറത്ത ആലാഫി ഹിജ്ജ, 10,000 ഹജ്ജ് ചെയ്തതുപോലെയായി. കൊള്ളാലോ. ഒരു ഹജ്ജിൽ നിന്ന് ഇപ്പോൾ 8 ലക്ഷം എന്നൊക്കെ ആളുകൾ പറയുന്നു. ഞങ്ങളതിന് മുമ്പൊക്കെ ഹജ്ജിന് പോയി, അതുകൊണ്ട് നന്നായി കേട്ടോ. 8 ലക്ഷമൊക്കെ വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതുമാകട്ടെ, എത്ര ഹജ്ജ് ചെയ്ത്? കന്നമ ഹജ്ജ അശറത്ത ആലാഫി ഹിജ്ജ, 10,000 ഹജ്ജ് ചെയ്തതുപോലെ. അത് മാത്രവുമല്ല, വഅ്തമറ, അയാൾ ഉംറ ചെയ്തതുപോലെയുമായി. അശറത്ത ആലാഫി ഉംറ, 10,000 ഉംറ ചെയ്തതുപോലെയും ആയി. പോരാ, ഇനിയുണ്ട്. ഇനി 4 കാര്യം കൂടി പറയാനും കിടക്കുന്നത്. ഇതിപ്പോൾ 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഇനി 4 കാര്യം പറയാം. ശ്രദ്ധിച്ചോ, മക്കൾക്ക് പഠിപ്പിച്ച ഖുർആൻ പഠിപ്പിച്ചാലുള്ള കൂലിയായി പറയുന്നത്. അപ്പം അന്നമ, അവൻ എന്ത് ചെയ്തു? അവൻ ഇത്തക്ക് ചെറ്റിയതുപോലെയായി. അശറത്ത ആലാഫി റക്കബ, 10,000 റക്കബകൾ, അടിമകളെ മോചിപ്പിച്ചതുപോലെയായി. മുഅ്മിനീങ്ങളായ അടിമകളുണ്ടല്ലോ, ആ അടിമകൾ ഇപ്പോൾ അടിമകളില്ല.
സൗദിയെല്ലാം ഉണ്ടായിരുന്നു, മുമ്പൊക്കെ ഉണ്ടായിരുന്നു. നബിയുടെ കാലത്തും അടിമകളുണ്ട്. അതിന് വലിയ വില കൊടുത്താണ് വില വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് അതിനെ വീട്ടിൽ നിന്ന് ജോലി ചെയ്യിപ്പിക്കുകയാണ്. ജോലിക്ക് വിടും. ദിവസവും വൈകുന്നേരം കൂലിയായിട്ട് വന്നും ആ മുതലാളിക്ക്, യജമാനിക്ക് ആ കൂലി അങ്ങ് കൊടുക്കും. ഇങ്ങനെയാണ് ചെയ്തത്. പക്ഷെ അവൻ എന്ത് കഷ്ടപ്പെടണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തു പോയി ജോലി ചെയ്ത് അതിൻ്റെ പണം വാങ്ങിച്ച് മുതലാളിക്ക് കൊടുക്കണം. രാത്രി മുതൽ മൊത്തം അവൻ്റെ വീട്ടിൽ ജോലി ചെയ്യണം. എന്നിട്ട് മുതലാളിക്ക്, യജമാനൻ്റെ അതിൻ്റെ പ്രതിഫലവും അവനിക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള പാവപ്പെട്ട് കുഴഞ്ഞു കിടക്കുന്ന 10,000 അടിമകളെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി, അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുടെ വജഹിന് വേണ്ടി സ്വതന്ത്രരാക്കി വിട്ടു. എനിക്കും നിനക്കുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. നീ പോയി ജോലിയെടുത്ത് തൊഴിലെടുത്ത് നീ ജീവിച്ചോ, നീ സമ്പാദിച്ചോ, കല്യാണം കഴിച്ചോ, എല്ലാം ചെയ്തോ എന്ന് പറഞ്ഞ് എത്ര പേരെ ചെയ്ത് 10,000 അടിമകളെ മോചിപ്പിച്ച് കൂലിയും അവന് കിട്ടും. പിന്നെയും പറയാണ് അവൻ ഭക്ഷിപ്പിച്ച മാതിരിയുമായി 10,000 മിസ്കീൻ, 10,000 മിസ്കീന്മാർക്ക്, ജായിന് വിശന്ന് കഷ്ടപ്പെടുന്ന മൂമിനീങ്ങളായ 10,000 അടിമകൾക്ക്, 10,000 പട്ടിണി കിടക്കുന്നവർക്ക്, മുഴിപ്പട്ടിണികാരായ അവർക്ക് ഭക്ഷണം കൊടുത്തതിന് കൂലിയുമുണ്ട്. 10,000 പേർക്ക് ഭക്ഷണം കൊടുത്തു. മുമ്പ് പറഞ്ഞ 10,000 അടിമകളെ, മുഅ്മിനീങ്ങളായ അടിമകളെ വാങ്ങിച്ച് വില കൊടുത്ത്, വലിയ വില കൊടുത്ത് വാങ്ങിച്ച് എത്തിക്ക് ചൊല്ലി മോചിപ്പിച്ച് സ്വന്തരാക്കി വിട്ട്. അത് വലിയ കൂലിയാണ്. ഇസ്ലാമിൽ വലിയ കൂലിയാണ്. വൻ കുറ്റങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അടിമയെ മോചിപ്പിച്ചാൽ ആ പാവങ്ങളിൽ നിന്ന് മോചിതരാകും എന്നാണ് പറയുന്നത്. അത്ര കണ്ട് കൂലിയുള്ള കാര്യമാണ്. ആ കൂലിയുള്ളൊരു കാര്യം എത്ര ചെയ്ത് 10,000 അടിമകളെ, 10,000 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത ആ ഭക്ഷണം കൊടുത്ത കൂലിയുണ്ട്. ഇനിയോ ഒന്നുകൂടി അന്നമ കസ, അവൻ 10,000 10,000 മുഅ്മിനീങ്ങളായ നഗ്നകളായ വസ്ത്രമില്ലാത്തവർക്ക് കസ വസ്ത്രം കൊടുത്തു, വസ്ത്രം ധരിപ്പിച്ചത് പോലെയായി 10,000 പേർക്ക്. 10,000 പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തുന്നാൽ അത് നേരത്തെ പറഞ്ഞു 10,000. ഇതോ വസ്ത്രം കൊടുത്തു. വസ്ത്രമില്ല. ആര്യൻ, അവരാരാ? നഗ്നരായിരുന്നു, ഉടുതുണിയില്ലാതെ നടന്നുകൊണ്ടിരുന്നതായ പാവപ്പെട്ടവർ, അവർക്ക് വസ്ത്രം കൊടുത്ത കൂലിയും ഉണ്ട്. അപ്പം ഇതെല്ലാം അപ്പം എത്രയായി? 4 2 6 ഇത്രയും കാര്യങ്ങൾ ആയി കൂലി. ഇനിയൊരു കൂലിയും കൂടി ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. പിന്നെ ഈ ഖുർആൻ അങ്ങ് പോകും. ഇലാ ഖബരിഹി, അവൻ്റെ ഖബറിലേക്ക് പോകും. യൂനിസുഹു, അവനെ നേരം പോക്കാക്കുന്ന നിലയിൽ ആ ഖബറിൽ കിടക്കുന്ന ആരാണോ അവൻ്റെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചത്, ആ പഠിപ്പിച്ച അയാൾക്ക് യൂനിസുഹു, നേരം പോക്കാക്കുന്ന നിലയ്ക്ക് അവിടെ വെച്ച് അയാൾ ഇങ്ങനെ ഖുർആൻ ഓതുന്നു. അങ്ങനെ ഓതി ഇങ്ങനെ ഖബറിൽ കേട്ടുകൊണ്ടിരുന്ന് സന്തോഷിക്കുകയാണ്. ഏത് വരെ? ഖിയാമത്ത് നാൾ വരെയും, അന്ത്യനാൾ വരെയും അവിടെ ഇങ്ങനെ കൂട്ടിന് നിൽക്കുകയാണ് ഈ ഖുർആൻ. അത്ര മഹത്തരമാണ് ഈ 5 1 6 കാര്യം, 6 1 7 കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. കാണാപ്പാടം പഠിച്ചുകൊണ്ടിരിക്കണം. അത്രയും കൂലിയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, കാരണം ക്ഷീണം കൂടി വരികയാണ്. അതുകൊണ്ട് ഈ ദർസുകൾ ഇവിടെ നിലനിർത്തണം, ദർസുകൾ വർദ്ധിപ്പിക്കണം, വളർത്തണം. അതിൻ്റെ പോരായ്മകളെല്ലാം നിങ്ങൾ എല്ലാവരും കൂടി പരിഹരിക്കണം. ഇതിന് വേണ്ടുന്ന എല്ലാ വക ഒത്താശകളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ദർസിനും അതുപോലെ ഹിഫ്ദിന്, അതുപോലെ മദ്രസകളുണ്ടെങ്കിൽ മദ്രസകൾ, അവർക്ക് വേണ്ടിയിട്ടെല്ലാം നിങ്ങൾ വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കണം. അത് അള്ളാഹു മഖബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു തആല സലാമത്താക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ അസുഖങ്ങളും അള്ളാഹു തആല മാറ്റിത്തരുമാറാകട്ടെ. നമുക്ക് നല്ല ആഫിയത്തോടുകൂടെ ദീർഘായുസ് അള്ളാഹു നമുക്കെല്ലാവർക്കും തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ കുറച്ച് വാക്ക്, 10 കുഞ്ഞം വാക്കുകൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ സനത് 30 ജുസും കാണാപ്പാടായിട്ട് ആ കുട്ടിക്ക് ഒരു റെക്കോർഡ് കൊടുക്കുകയാണ്. ഏതാ? ഇവിടെ നിന്ന് 30 ജുസും മനഃപ്പാടമാക്കി അതിൻ്റെ ശേഷം പിന്നെ ആവർത്തനവും നടത്തി.
ആവർത്തനം നടത്തണം. പിന്നെ വീട്ടിൽ ചെന്നാലും ആവർത്തനം നടത്തണം. ഇത് മറന്നു പോകരുത്. അത് അത്യാവശ്യമാണ്. ഖുർആൻ പഠിച്ചിട്ട് പിന്നെ മറക്കരുത്. മറക്കാതെ അത് രക്ഷകർത്താവിനും ശ്രദ്ധിച്ച് ഇവിടുത്തെ കോളേജുകാരും ശ്രദ്ധിച്ചു കഴിഞ്ഞ് മനഃപ്പാഠമാക്കി അത് മറക്കാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലമാണ് ഉള്ളത്. അതേസമയം മറന്നാൽ വലിയ ശിക്ഷയുമുണ്ട്. അതിനുള്ള ആൾക്കാർ കാത്തിരക്ഷിക്കുമാറായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സനത്